പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങൾ നവീകരിച്ചിരിക്കുന്ന ഈ ദേവാലയം അങ്ങ് ആശീർവദിച്ച് വിശുദ്ധീകരിക്കണമേ. Dear parishioners, dear non-residents, dear parents and all people assembled here, it is indeed my great privilege to welcome our Excellency Ma Jose Puthenveetil to this inauguration. It has been a great hectic schedule for all of us. Especially this church renovation has been going on for the past 1.5 months, and by God's grace we have got this new chapel renovated,
and we are more honored to have with us our dear Bishop. Actually, Bishop has been always constantly asking me the progress about this chapel, and he is a very wonderful bishop in the sense, the moment I asked him to come and inaugurate this chapel, he was so willing, and with full heart he accepted this blessing. So on behalf of everybody, I extend a hearty welcome to our dear Bishop. Along with Bishop, Reverend Father Jomi Varakala has also come, and he is a very good friend of mine, and he has been working with Bishop in Punjab, and he is staying with Bishop and looking after all the activities of Ludhiana Parish. So I also extend a welcome, hearty welcome to Reverend Father. So let us all remember with great thanksgiving our Lord Jesus Christ, who has made all these things possible, and during this Holy Mass, let us pray for graces and blessings to come upon each one of us. സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട വികാരിയച്ച, പ്രിയപ്പെട്ട ജോമിയച്ച, സ്നേഹം നിറഞ്ഞ കൈക്കാരന്മാരെ, പാരിഷ് കൗൺസിൽ അംഗങ്ങളെ, സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ഈ ചെറിയ ദൈവത്തിന്റെ ആലയം നവീകരിച്ച് ഇന്ന് വെഞ്ചരിക്കപ്പെടുകയാണ്. ഈ അനുഗ്രഹീത ദിനത്തിലേക്ക് ഞങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്ത പ്രിയപ്പെട്ട വികാരി ജോസഫ് അച്ഛന് പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കുന്നു. നമ്മുടെ സ്വന്തം ഭവനങ്ങള് മനോഹരമായിട്ട് കാത്തു സൂക്ഷിക്കാൻ നമ്മൾ വളരെയേറെ താല്പര്യം കാണിക്കുന്നവരാണ്. നമ്മൾ താമസിക്കുന്ന ഇടം സുന്ദരമായിരിക്കണം, അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സ്ഥലമായിരിക്കണം. വിശ്വാസികളായ നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ കർത്താവ് വസിക്കുന്ന, ദൈവം വസിക്കുന്ന ആലയവും മനോഹരമായിരിക്കണം, ദൈവാനുഗ്രഹം വർഷിക്കുന്ന സ്ഥലമായിട്ടത് മാറണം. അതുകൊണ്ടാണ് ജനങ്ങൾ എത്ര പാവപ്പെട്ടവരാണെങ്കിലും ദേവാലയ നിർമ്മാണത്തിന് വേണ്ടി ഒത്തിരിയേറെ സഹകരിക്കുന്നത്. ഈ ചെറിയൊരു ദൈവത്തിന്റെ ആലയം നവീകരിക്കുവാനായിട്ട് വികാരിച്ചനോടൊപ്പം നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് സഹകരിച്ചു. നിങ്ങളെല്ലാവരെയും അഭിനന്ദിക്കുന്നു. ഇതിന്റെ പിന്നില് കഠിനാധ്വാനം ചെയ്ത പ്രിയപ്പെട്ട വികാരിച്ചനെയും കൈക്കാരന്മാരെയും മറ്റെല്ലാവരെയും അഭിനന്ദിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. ഈ ഭവനത്തിൽ നമ്മൾ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഇടവകയ്ക്കും നമ്മുടെ കുടുംബങ്ങൾക്കും എല്ലാ ഇടവാംഗങ്ങൾക്കും ഒത്തിരിയേറെ ദൈവാനുഗ്രഹം വിശുദ്ധ തോമസ് ലീഹായുടെ മധ്യസ്ഥം വഴിയായി ധാരാളമായിട്ട് ലഭിക്കുന്നതിന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഈ ദേവാലയം വെച്ചിരിക്കുമ്പോൾ നമ്മളെ തന്നെ കൂടുതൽ വിശുദ്ധീകരിച്ചുകൊണ്ട് ഈ ബലിയിൽ പങ്കെടുത്ത് നമ്മളെല്ലാ നിയോഗങ്ങളും തിരുസന്നിധിയിൽ സമർപ്പിച്ച് ഭക്തിപൂർവ്വം വിശുദ്ധ കുർബാനയില് വെഞ്ചിരിപ്പ് കർമ്മത്തില് നമുക്ക് പങ്കെടുത്ത് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. തിരുനാളിൽ
എന്നേക്കും. സർവേശനോ സ്തുതിഗീതം. ഭൂമിയിലെങ്ങും ഭക്തിയും ശാന്തി പ്രത്യാശയും എന്നേക്കും. അത്യുന്നതമാ സ്വർഗ്ഗത്തിൽ സർവേശനോ സ്തുതിഗീതം. ഭൂമിയിലെങ്ങും ഭക്തിയും ശാന്തി പ്രത്യാശയും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഇസ്രായേൽ ജനത്തിന്റെ മധ്യേ കൂടാരത്തിൽ വസിച്ചുകൊണ്ട് അവരെ അനുഗ്രഹിച്ച കാരുണ്യവനായ ദൈവമേ, അങ്ങയുടെ ദിവ്യ സാന്നിധ്യത്താൽ ഈ ദേവാലയം വിശുദ്ധീകരിക്കണമേ. ഇവിടെ അർപ്പിക്കപ്പെടുന്ന ബലികളിലും പ്രാർത്ഥനകളിലും നേർച്ച കാഴ്ചകളിലും അങ്ങ് പ്രസാദിക്കണമേ. അവ അങ്ങയുടെ മഹത്വത്തിനും ഞങ്ങളുടെ വിശുദ്ധീകരണത്തിനും കാരണമാവുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. കർത്താവിൻ തിരുഭവനത്തിൽ നാഥനെ വാഴ്ത്തി പാടിടുവിൻ. ദ്യോവിൻ കനകപ്പൂങ്കാവിൽ നാഥനു ഗാനമുയർത്തിടുവിൻ. നാഥനു ഗാനമുയർത്തിടുവിൻ. ദൈവിക ശക്തിക്കനുഗുണമായി പരിചൊടുനാഥനെ വാഴ്ത്തിടുവിൻ. ദൈവിക ശക്തിക്കനുഗുണമായി പരിചൊടുനാഥനെ വാഴ്ത്തിടുവിൻ. മാഹാത്മ്യത്തിനിണങ്ങിയപ്പോൾ പാടി പാടി നമിച്ചിടുവിൻ. മാഹാത്മ്യത്തിനിണങ്ങിയപ്പോൾ പാടി പാടി നമിച്ചിടുവിൻ. കർത്താവിൻ തിരുഭവനത്തിൽ നാഥനെ വാഴ്ത്തി പാടിടുവിൻ. ദ്യോവിൻ കനകപ്പൂങ്കാവിൽ നാഥനു ഗാനമുതിർത്തിടുവിൻ. നാഥനു ഗാനമുതിർത്തിടുവിൻ. പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നൽകിയിട്ടുള്ളതെന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിച്ചൂടി നിൽക്കുന്ന സഭയും ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാ വിനയമോടെ നിന്നെ നമിക്കുന്നു.
സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധരും സ്തുത്യർഹനും ബലവാനും അമർത്തിനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തുവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. എന്റെ സഹോദരരെ, പുറപ്പാടിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 40, 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ദൈവം സഹോദരനെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് മോശയോട് അരുളി ചെയ്തു, 1-ാം മാസത്തിന്റെ 1-ാം ദിവസം നീ സമാഗമ കൂടാരം സ്ഥാപിക്കണം. സാക്ഷ്യപേടകം അതിനുള്ളിൽ പ്രതിഷ്ഠിച്ച് തിരശ്ശീല കൊണ്ട് മറയ്ക്കണം. മേശ കൊണ്ടുവന്ന് അതിന്റെ ഉപകരണങ്ങളെല്ലാം അതിന്മേൽ ക്രമപ്പെടുത്തി വയ്ക്കണം. വിളക്കുകൾ കൊണ്ടുവന്ന് അതിന്മേൽ വിളക്കുകൾ ഉറപ്പിക്കണം. ധൂപാർച്ചനയ്ക്കുള്ള സ്വർണപീഠം സാക്ഷ്യപേടകത്തിന്റെ മുമ്പിൽ സ്ഥാപിക്കുകയും കൂടാരവാതിലിന് യവനിക ഇടുകയും വേണം. സമാഗമ കൂടാരത്തിന്റെ വാതിലിന് മുമ്പിൽ നീ ദഹനബലിപീഠം സ്ഥാപിക്കണം. സമാഗമ കൂടാരത്തിന്റെയും ബലിപീഠത്തിന്റെയും മധ്യേ ശാളനപാത്രം വെച്ച് അതിൽ വെള്ളമൊഴിക്കുക. ചുറ്റും അങ്കണമൊരുക്കി അങ്കണ കവാടത്തിൽ യവനിക തൂക്കിയിടണം. അതിനുശേഷം അഭിഷേക തൈലമെടുത്ത് കൂടാരവും അതിലുള്ള സകലതും അഭിഷേചിക്കുക. അങ്ങനെ കൂടാരവും അതിലെ ഉപകരണങ്ങളും ശുദ്ധീകരിക്കുക. ബലിപീഠം അതിവിശുദ്ധമാകും. ശാളനപാത്രവും അതിന്റെ പീഠവും അഭിഷേചിച്ച് ശുദ്ധീകരിക്കണം. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. പരമണവരദം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയാ ഗീതികളാൽ കർത്താവിൻ തിരുഭവനത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ.
തിരുഭവനത്തിൻ മംഗളമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികളിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രമിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരണത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സഹോദരരെ, വിശുദ്ധ പത്രോസ്ലീഹ എഴുതിയ ഒന്നാം ലേഖനം അധ്യായം 2 വാക്യങ്ങൾ 4 മുതൽ 9 വരെ. മിശിഹ സഹോദരനെ അനുഗ്രഹിക്കട്ടെ. അതിനാൽ സജീവശിലയായ അവനെ നമുക്ക് സമീപിക്കാം. മനുഷ്യർ തിരസ്കരിച്ചതും ദൈവം തിരഞ്ഞെടുത്തതുമായ അമൂല്യശിലയാണ് അവൻ. നിങ്ങൾ സജീവശില കൊണ്ടുള്ള ഒരു ആത്മീയ ഭവനമായി പടുത്തുയർത്തപ്പെടട്ടെ. യേശുക്രിസ്തു വഴി ദൈവത്തിന് സ്വീകാര്യമായ ബലികൾ അർപ്പിക്കുന്നതിന് വിശുദ്ധമായ ഒരു പുരോഹിത ജനമാവുകയും ചെയ്യട്ടെ. ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു: ഇതാ, സീയോനിൽ ഞാൻ ഒരു കല്ല് സ്ഥാപിക്കുന്നു, തിരഞ്ഞെടുക്കപ്പെട്ടതും അമൂല്യമായ മൂലക്കല്ല്. അതിൽ വിശ്വസിക്കുന്നവൻ ഒരിക്കലും ലജ്ജിക്കുകയില്ല. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് അത് അഭിമാനമാണ്. വിശ്വസിക്കാത്തവർക്ക് പണിക്കാർ വീഴ്ച കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. അത് അവർക്ക് തട്ടിവീഴ്ത്തുന്ന കല്ലും ഉയർച്ചയ്ക്കുള്ള പാറയുമായിരിക്കും. എന്തെന്നാൽ വചനത്തെ ധിക്കരിക്കുന്ന അവർ വിധിക്കപ്പെട്ടിരിക്കുന്നത് പോലെ തട്ടി വീഴുന്നു. എന്നാൽ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിതഗണവും വിശുദ്ധ ജനതയും ദൈവത്തിന്റെ സ്വന്തം ജനവുമാണ്. അതിനാൽ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ നന്മകൾ പ്രകീർത്തിക്കണം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നിത്യവചനം മണ്ണിൽ രക്ഷയേകും തിരുവചനം. സത്യവചനം നിത്യവചനം മണ്ണിൽ രക്ഷയേകും തിരുവചനം. ഇന്നലെയും ഇന്നെന്നും ജീവിക്കുന്ന ദിവ്യവചനം. ഇന്നലെയും ഇന്നെന്നും ജീവിക്കുന്ന ദിവ്യവചനം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 2 13 മുതൽ 22 വരെയുള്ള തിരുവചനങ്ങൾ. യഹൂദരുടെ പെസഹ അടുത്തിരുന്നതിനാൽ യേശു ജെറൂസലേമിലേക്ക് പോയി. കാള, ആട്, പ്രാവ് എന്നിവ വിൽക്കുന്നവരെയും നാണയം മാറ്റാനിരിക്കുന്നവരെയും ദേവാലയത്തിൽ അവൻ കണ്ടു. അവൻ കയറുകൊണ്ട് ഒരു ചമ്മട്ടി ഉണ്ടാക്കി അവരെയെല്ലാം ആടുകളോടും കാളകളോടും കൂടെ ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി. നാണയമാറ്റക്കാരുടെ നാണയങ്ങൾ ചിതറിക്കുകയും മേശകൾ തട്ടിമറിക്കുകയും ചെയ്തു. പ്രാവുകളെ വിൽക്കുന്നവരോട് അവൻ കൽപ്പിച്ചു, ഇവയെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ടു പോകുവിൻ. എന്റെ പിതാവിന്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത്. അവിടുത്തെ ആലയത്തെ കുറിച്ചുള്ള തീഷ്ണത എന്നെ വിഴുങ്ങിക്കളയും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അവന്റെ ശിഷ്യന്മാർ അനുസ്മരിച്ചു. യഹൂദർ അവനോട് ചോദിച്ചു, ഇത് ചെയ്യുവാൻ നിനക്ക് അധികാരമുണ്ടെന്നതിന് എന്തടയാളമാണ് നീ ഞങ്ങളെ കാണിക്കുക? യേശു മറുപടി പറഞ്ഞു, നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, 3 ദിവസത്തിനകം ഞാനത് പുനരുദ്ധരിക്കും. യഹൂദർ ചോദിച്ചു, ഈ ദേവാലയം പണിയുവാൻ 46 സംവത്സരം എടുത്തു.
വെറും 3 ദിവസത്തിനകം നീ അത് പുനരുദ്ധരിക്കും. എന്നാൽ അവൻ പറഞ്ഞത് തന്റെ ശരീരമാകുന്ന ആലയത്തെ പറ്റിയാണ്. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടപ്പോൾ അവന്റെ ശിഷ്യന്മാർ അവനിത് പറഞ്ഞിരുന്നുവെന്ന് ഓർമ്മിക്കുകയും അങ്ങനെ വിശുദ്ധ ലിഖിതവും യേശു പ്രസ്താവിച്ച വചനവും വിശ്വസിക്കുകയും ചെയ്തു. ഈശോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട അച്ഛന്മാരെ, സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ഈ ആലയം, ദേവാലയം ഇന്ന് ആശീർവദിക്കപ്പെടുമ്പോൾ നമുക്കൊന്നു ചേർന്ന് ദൈവത്തിന് നന്ദി അർപ്പിക്കാം. അതോടൊപ്പം നിങ്ങളെല്ലാവരെയും, ഈ ഓൺലൈനിൽ കൂടി ഇതിൽ സംബന്ധിച്ചിരിക്കുന്ന എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേരുകയും അഭിവന്യ കുര്യാക്കോസ് കരുണകുലകര പിതാവിന്റെ ആശംസകൾ നിങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു. വളരെ പ്രത്യേകമായി പ്രിയപ്പെട്ട വികാരിച്ചന് ഞങ്ങളുടെ അഭിനന്ദനങ്ങളും നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. ഈ ദേവാലയം, ഈ ഇടവകയിലുള്ള എല്ലാവർക്കും അനുഗ്രഹമായി എന്നും നിലനിൽക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ നമ്മുടെ നാട്ടില് വളരെ മനോഹരമായിട്ടുള്ള വലിയ ദേവാലയങ്ങൾ പണിയപ്പെടുന്നുണ്ട്. കേരളത്തിലേക്ക് ചെന്നു കഴിഞ്ഞാല് അതിസുന്ദരമായിട്ടുള്ള ബൃഹത്തായിട്ടുള്ള ദേവാലയങ്ങൾ കാണാൻ സാധിക്കും. എൻ്റെ ഇടവകപ്പള്ളി ഇടപ്പള്ളിയാണ്. ഇടപ്പള്ളി പണിതിരിക്കുന്നത് ഏകദേശം 40 കോടിയോളം ചെലവഴിച്ചെന്നാണ് പറയുക. ഒരു വിധത്തില് പോസിറ്റീവായിട്ട് നമുക്ക് കാണാം. ദൈവത്തിന്റെ ആലയം, പ്രത്യേകിച്ച് ഒരു തീർത്ഥാടന കേന്ദ്രം പണി കഴിപ്പിക്കുവാനായിട്ട് ദൈവജനം വളരെ ഉദാരമായിട്ട് സഹകരിക്കുന്നു എന്നുള്ളത് പോസിറ്റീവായിട്ട് കാണാം. പിന്നെ നമ്മുടെ അജപാലനപരമായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കുവാനായിട്ട് ചില സ്ഥലങ്ങളിലേക്ക് വലിയ പള്ളികൾ ആവശ്യമായിട്ട് വരും. എന്നാൽ മനോഹരമായിട്ട് സൃഷ്ടിക്കപ്പെടുന്ന ദേവാലയങ്ങൾ അതിമനോഹരമാകണമെങ്കിൽ ആ ദേവാലയത്തിൽ വരുന്ന ഓരോ വ്യക്തിയും ദൈവത്തിന്റെ ആലയങ്ങളായിട്ട് മാറും. ദേവാലയത്തിൽ വരുന്നവര് പരിശുദ്ധമായ ഹൃദയത്തോടും ശരീരത്തോടും ആത്മാവോടും കൂടി അവിടെ വ്യാപരിക്കുമ്പോൾ ആ ദേവാലയം കൂടുതൽ അനുഗ്രഹീതമാകും എന്ന് മാത്രമല്ല, അവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ലഭിക്കുവാനായിട്ട് ഇടയാകും. ഒരു ദേവാലയം പണിയുമ്പോൾ അല്ലെങ്കിൽ ഒരു ദേവാലയം നവീകരിക്കുമ്പോൾ നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം ഇതാണ്: എന്തിനാണ് ദേവാലയം പണിയുന്നത്? എന്തിനാണ് ഇത്രമാത്രം പണം ചെലവഴിച്ച് ദേവാലയം പണിയുന്നത്? സഭാപിതാക്കന്മാര് പറയുക, ഒരു ക്രൈസ്തവന്റെ ജീവിതത്തില് 3 ജന്മങ്ങളുണ്ടെന്നാണ്. ഒന്നാമതായിട്ട് ശാരീരികമായിട്ടുള്ള ജന്മം. അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഓരോ വ്യക്തിയും ഈ ഭൂമിയിലേക്ക് ജനിക്കുകയാണ്. രണ്ടാമതായിട്ട് സഭാത്മകമായിട്ടുള്ള ജന്മം. നമ്മുടെ മാതാപിതാക്കള് കത്തോലിക്കരായിരുന്നതുകൊണ്ട് നമ്മുടെ എല്ലാവരെയും ചെറുപ്പത്തിലെ ദേവാലയത്തിൽ കൊണ്ടുവന്ന് മാമോദീസ മുക്കിയത് കൊണ്ടാണ് നമ്മൾ കത്തോലിക്കരായിട്ട് വളർന്നതും ഇന്ന് ഈ ദേവാലയത്തിലായിരിക്കുന്നത്. സഭയിൽ നമ്മൾ ജനിച്ചു എന്നുള്ളതിൽ നമുക്ക് ദൈവത്തിന് നന്ദി അർപ്പിക്കാം. സഭയിലൂടെ നമുക്ക് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ പോലും ലഭിക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. സഭയെക്കുറിച്ച് വളരെ വിമർശനാത്മകമായിട്ട് പറയുമ്പോഴും നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഈ സഭയിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടിയെന്നൊക്കെ ചോദിക്കുമ്പോൾ
ആത്മാർത്ഥതയോടുകൂടിയാണ് ചോദ്യമെങ്കിൽ ഒത്തിരിയേറെ ഉത്തരങ്ങൾ നമുക്ക് ലഭിക്കും. എന്നാൽ ഒരു ക്രിസ്ത്യാനിക്ക് മൂന്നാമതൊരു ജന്മവും കൂടി വേണം. അതിനു വേണ്ടിയിട്ടാണ് ദേവാലയം നമ്മൾ നിർമ്മിക്കുക. നമ്മളെല്ലാവരും ഈ ലോകത്ത് ജീവിക്കുമ്പോൾ, ക്രൈസ്തവ വിശ്വാസികളായിട്ട് ജീവിക്കുമ്പോൾ, അതിൻ്റെയൊക്കെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം നമ്മളെല്ലാവരും സ്വർഗത്തിൽ ജനിക്കണമെന്നുള്ളതാണ്. അതുകൊണ്ട് സാധാരണ പറയാറുണ്ട്, ഒരു ദേവാലയത്തിന്റെ ആനവാതില് സ്വർഗത്തിലേക്കുള്ള കിളിവാതിലാണ്. ദേവാലയത്തിന്റെ ആനവാതിക്കൽ വന്ന് മാമോദിസ സ്വീകരിക്കുന്ന ഒരു വ്യക്തി ദേവാലയത്തിലേക്ക്, സഭയിലേക്ക് കടന്നു വരുന്നു. സഭയുടെ മകളായിട്ട് വളരുന്നു. ഈ ദേവാലയത്തിൽ നടക്കുന്ന കൂദാശകളിൽ പങ്കെടുത്ത്, കൂദാശകൾ സ്വീകരിച്ച്, ദൈവവചനം ശ്രവിച്ച് സ്വർഗത്തില് ജനിക്കുവാനായിട്ട് ഒരുങ്ങുകയാണ്. ദേവാലയത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, കൂദാശകൾ സ്വീകരിക്കുമ്പോഴൊക്കെ നമ്മുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യവും പ്രാർത്ഥനയും നമ്മളെല്ലാവരും സ്വർഗത്തിൽ ജനിക്കണം, സ്വർഗത്തിൽ എത്തിച്ചേരണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ചില ദേവാലയങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് സ്വർഗത്തിന്റെ ഒരു മുന്നാസ്വാദനമായിട്ട് നമുക്ക് അനുഭവപ്പെടണം. ഇവിടെ വന്ന് ദേവാലയത്തിൽ വന്ന് ഭക്തിപൂർവ്വം പ്രാർത്ഥനകൾ ഉച്ചത്തിൽ ചൊല്ലി പാട്ടുകൾ പാടുമ്പോൾ ചിലർക്ക് വളരെ സ്വർഗീയമായിട്ടുള്ള അനുഭവം ലഭിക്കുന്നുണ്ട്, സ്വർഗത്തിന്റെ മുന്നാസ്വാദനം ലഭിക്കുന്നു. അപ്പൊ സ്വർഗത്തില് നമ്മളെ ജനിക്കുവാൻ വേണ്ടിയിട്ട്, സ്വർഗത്തിന് വേണ്ടിയിട്ട് നമ്മളെ തന്നെ ഒരുക്കുവാൻ വേണ്ടിയുള്ള ഒരു ഗർഭപാത്രമാണ് ദേവാലയം. ഈ ദേവാലയമാണ് സ്വർഗത്തിൽ ജനിക്കുവാനായിട്ട് നമ്മളെല്ലാവരെയും ഒരുക്കേണ്ടത്. സ്വർഗത്തെ കുറിച്ച് ഞാൻ എപ്പോഴും പറയുമ്പോൾ ഞാൻ ദൈവജനത്തോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: സ്വർഗമുണ്ടെന്ന് വിശ്വസിക്കുന്നവർ കൈപൊക്കാൻ പറയും. നിങ്ങളൊന്ന് കൈപൊക്കാം, സ്വർഗമുണ്ടെന്ന് വിശ്വസിക്കുക. അടിസ്ഥാനപരമായിട്ട് ചോദ്യം അതാണ്. അച്ഛന്മാര് രണ്ടുപേരും കൈപൊക്കുകയാണ്. കാരണം ഈ സ്വർഗമെന്നുള്ള ആ സ്വപ്നം നമുക്കില്ല എങ്കിൽ ഇതൊക്കെ ഒരു ചടങ്ങായിട്ട് മാറും. നമുക്ക് ആർക്കും ഈ ലോകത്തിൽ നിന്ന് പെട്ടെന്ന് പോകാൻ താല്പര്യമില്ല. കൊറോണ വരുമ്പോഴെല്ലാവർക്കും പേടിയാണ്, ഇവിടുന്ന് പോകാൻ താല്പര്യമില്ല. 70 വയസ്സുള്ള പ്രായമായിട്ടുള്ള ഒരു അച്ഛനെ 20 വയസ്സുള്ള കൊച്ചച്ഛൻ നന്നായിട്ട് നോക്കിയാണ്, കിടപ്പിലാണ്. അപ്പൊ കൊച്ചച്ഛൻ എല്ലാ ദിവസവും വന്ന് ഈ വല്യച്ഛന് മരുന്ന് കൊടുക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു, എല്ലാം കൊടുക്കുന്നു. ഒരു ദിവസം രാവിലെ ചെന്നപ്പോഴ് വല്യച്ഛൻ കിടന്ന് കരയാണ്. അപ്പൊ കൊച്ചച്ഛൻ ചോദിച്ചു, വല്യച്ഛൻ എന്ത് പറ്റി, എന്താണ് വേണ്ടത്, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തു തരാം. അപ്പൊ വല്യച്ഛൻ പറയുകയാണ്, ഞാൻ ചിന്തിക്കുകയായിരുന്നു നിന്റെ കാലശേഷം ആരെന്നെ നോക്കുന്നു. അപ്പൊ 70 വയസ്സായിട്ടുള്ള വല്യച്ഛനും ഈ ലോകത്ത് നിന്ന് പോകാൻ താല്പര്യമില്ല. നമുക്കറിയാം, ഇന്ന് മനുഷ്യന് ഏറ്റവും സുഖമായിട്ട് താമസിക്കാൻ പറ്റിയ ഇടം അമ്മയുടെ ഗർഭപാത്രമാണ്. എയർ കണ്ടീഷനാണ്, ഏത് കാലാവസ്ഥയിലും സുഖമായിട്ട് ജീവിക്കാൻ പറ്റിയ സ്ഥലമാണ്. അതുകൊണ്ട് കുഞ്ഞിനോട് ചോദിച്ചു കഴിഞ്ഞാൽ കുഞ്ഞു പറയും, എനിക്ക് പുറത്തു വരാൻ താല്പര്യമില്ല, അമ്മയുടെ ഗർഭപാത്രം മതി എന്ന് പറയുള്ളൂ. പക്ഷെ 9 മാസം കഴിയുമ്പോൾ കൊച്ചു പുറത്തു വരണം. പുറത്തു വന്നു കഴിയുമ്പോഴാണ് കൊച്ചിന് മനസ്സിലാക്കുക, ഞാൻ അമ്മയുടെ വയറ്റിൽ കിടന്നിരുന്നെങ്കിൽ ഇത്രയും സുന്ദരമായിട്ടുള്ള ലോകം എനിക്ക് കാണാൻ പറ്റിയില്ലായിരുന്നു, ഇത്രയും സ്നേഹമുള്ള മനുഷ്യരെ കാണാനും സ്നേഹം അനുഭവിക്കാനും സാധിക്കില്ലായിരുന്നു. അപ്പൊ ഞാൻ പുറത്തേക്ക് വന്ന് നന്നായി എന്ന് ചിന്തിക്കും. ലോകമാവുന്ന ഗർഭപാത്രത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പോകാൻ താല്പര്യമില്ല. എന്നാൽ വിശുദ്ധന്മാരെ സ്വർഗത്തെ സ്വപ്നം കണ്ടതുകൊണ്ട് അവരാഗ്രഹിച്ചത് എത്രയും പെട്ടെന്ന് ഈ ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞ് സ്വർഗത്തിൽ എത്തിച്ചേരണമെന്നുള്ളതാണ്. കാരണം ആ സ്വർഗത്തെ തിരുവചനത്തിലൂടെ, സഭയുടെ പഠനത്തിലൂടെ സ്വർഗത്തിന്റെ ഒരു മുന്നാസ്വാദനം അവർക്കുണ്ടാകുന്നത് കൊണ്ടാണ് വിശുദ്ധന്മാര് സ്വർഗത്തിൽ എത്തിച്ചേരുവാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ ഒരുങ്ങണം. കോടിക്കണക്കിന് രൂപയുള്ള ഒരു സഹോദരൻ പ്രായമായി കഷ്ടപ്പെട്ടാണ് കോടിക്കണക്കിന് രൂപയുണ്ടാക്കിയത്. വികാരിച്ചനോട് പറഞ്ഞു, വികാരിച്ച് എനിക്ക് മരിക്കുമ്പോൾ കുറച്ചെങ്കിലും പണം കൂടെ കൊണ്ടുപോകണം. വികാരിച്ചൻ പറഞ്ഞു, ഒരു നിവൃത്തിയില്ല, എല്ലാം ഉപേക്ഷിച്ചിട്ട് പോകണം. അതുകൊണ്ടാണല്ലോ
നമ്മുടെ സഹോദരങ്ങൾ മരിക്കുമ്പോൾ അവരിട്ടിരിക്കുന്ന ഉടുപ്പിന് പോക്കറ്റ് ഉണ്ടാകില്ല, ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ള സൂചനയാണ്. ഇപ്പൊ ഇടുന്ന ഉടുപ്പിനൊക്കെ പോക്കറ്റ് ഉണ്ടെന്ന് ഇരിക്കണം. പക്ഷെ പണ്ട് പോക്കറ്റ് ഇല്ലാത്ത ഷർട്ടാണ് ഈ മരിച്ച ആൾക്ക് ഇട്ട് കൊടുക്കുക. വികാരിച്ചൻ പറഞ്ഞു പൈസ, ഒരു നയാ പൈസ പോലും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ല. ഉദാഹരണമായിട്ട് വികാരിച്ചൻ പറഞ്ഞു, വല്യപ്പന് ഇപ്പോൾ അമേരിക്കക്ക് പോകണമെങ്കിൽ 1 കോടി ഇന്ത്യൻ കറൻസി ഉണ്ടായതുകൊണ്ട് അമേരിക്കയിൽ പോയി ജീവിക്കാൻ പറ്റിയില്ല. അമേരിക്കയിലേക്ക് പോകണമെങ്കിൽ ഇന്ത്യൻ കറൻസി എല്ലാം ഡോളറായിട്ട് കൺവേർട്ട് ചെയ്യണം, എങ്കിൽ മാത്രമേ അമേരിക്കയിൽ പോയി താമസിക്കാൻ പറ്റൂ. അതുപോലെ ഇവിടെ ആയിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തി സ്വർഗത്തിൽ പോകാനായിട്ട് നമ്മൾ ഒരുങ്ങണം. അതിൽ ഒരുക്കുന്ന ഗർഭപാത്രമാണ് ഈ ദേവാലയം. അവിടെ ഒരു സമയം പോലും നഷ്ടപ്പെടുത്താതെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന എല്ലാ അവസരങ്ങളും നന്നായിട്ട് പ്രയോജനപ്പെടുത്തും. ഒത്തിരിയേറെ സമയം പള്ളിയിൽ ചെലവഴിക്കുന്നു എന്നുള്ളതല്ല, പക്ഷെ പള്ളിയിൽ നമ്മൾ ചെലവഴിക്കുമ്പോൾ അത് സൂചിപ്പിക്കുന്നത് നമുക്ക് സ്വർഗത്തെ കുറിച്ചൊരു സ്വപ്നമുണ്ടെന്നും സ്വർഗത്തിൽ എത്തിച്ചേരാനുള്ള താല്പര്യമുണ്ടെന്നുള്ളതാണ്. ഈ ഒരു ദേവാലയം അനേകരെ സ്വർഗത്തില് ജനിപ്പിക്കുന്ന, വിശുദ്ധരെ ജനിപ്പിക്കുന്ന, വിശുദ്ധരുടെ ഒരു ഗർഭപാത്രമായിട്ട് മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ദേവാലയമൊക്കെ വെച്ചിരിക്കുമ്പോൾ എന്റെയൊക്കെ പ്രാർത്ഥന, ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഒരു വിശുദ്ധനോ വിശുദ്ധയോ ആയി മാറട്ടെ എന്നുള്ളതാണ്. ജോസഫ് അച്ഛനൊക്കെ സാധ്യതയുള്ളതാണ്, വിശുദ്ധനാകാനുള്ള സാധ്യതയുള്ളതാണ്. അപ്പൊ അതിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. രണ്ടാമതായിട്ട് നമ്മുടെ തന്നെ രക്ഷയും സ്വർഗീയ പ്രവേശനത്തിനും ഈ ദേവാലയം സഹായമാകുമ്പോൾ, നമുക്ക് ഈ ലോകത്തായിരിക്കുമ്പോൾ നമുക്ക് പ്രത്യേകമായിട്ടുള്ള ദൗത്യമുണ്ട്. ദേവാലയത്തിൽ വന്ന് ഈശോയെ അനുഭവിച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അനുഭവിച്ച ഈശോയെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ശിഷ്യന്മാരെ വിളിക്കുമ്പോൾ അവരെ കുറിച്ച് 3 വാക്കുകളിൽ ചുരുക്കമായിട്ട് പറഞ്ഞാൽ അവരുടെ ജീവിതം പെട്ടെന്ന് മനസ്സിലാവും. ഒന്നാമതായിട്ട് ഈശോ പറഞ്ഞു, കം, എന്നെ അനുഗമിക്കുക. കൂടെ വരുവാനായിട്ട് പ്രത്യേകം ക്ഷണിച്ചു. രണ്ടാമതായിട്ട് പറഞ്ഞു, സ്റ്റേ, എന്റെ കൂടെ വസിക്കുക, കൂടെ കൊണ്ടു നടന്നു. അത്ഭുതങ്ങൾ കാണുവാൻ, പ്രബോധനങ്ങൾ കേൾക്കുവാനായിട്ടൊക്കെ. അവസാനം പറഞ്ഞു, ഗോ, നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കുക, ശിഷ്യപ്പെടുത്തുക, മാമോദീസ നൽകുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ദേവാലയത്തിൽ വന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എവിടെയൊക്കെ ഈശോയെ കുറിച്ച് പറയാനായിട്ട് സാധിക്കുമോ അവിടേക്ക് ഈശോയെ കൊടുക്കാൻ കഴിയണം. വാക്കിലൂടെ, പ്രവൃത്തിയിലൂടെ, നമ്മുടെ ഒരു പുഞ്ചിരിയിലൂടെ പോലും അത് കൊടുക്കാനായിട്ട് സാധിക്കും. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നുണ്ട്, നിങ്ങൾ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ച് പുറത്തേക്ക് വരുമ്പോൾ മൃതസംസ്കാരത്തില് പങ്കെടുത്ത മുഖഭാവത്തോടുകൂടി നിങ്ങൾ പുറത്തേക്ക് വരരുത്. ദേവാലയത്തിൽ പോയി നിങ്ങൾ പങ്കെടുത്ത് പുറത്തേക്ക് വരുമ്പോൾ ഉദ്ധിതനായിട്ടുള്ള ഈശോയെ കണ്ട സന്തോഷത്തോടുകൂടി നിങ്ങൾ പുറത്തു വരണം. ആ സന്തോഷം അനേകരെ ഉദ്ധിതനായിട്ടുള്ള ഈശോയിലേക്ക് ആകർഷിക്കുന്നു. അതുകൊണ്ട് നമ്മൾ എവിടെയായിരുന്നാലും, ഇപ്പോൾ ജോസഫ് അച്ഛൻ തമിഴ്നാട്ടിൽ ജനിച്ച ആളാണ്, ഇവിടെ എല്ലാം വിട്ടുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്നത് ഈശോയെ നൽകുവാൻ വേണ്ടിയിട്ടാണ്. ജോമി അച്ഛൻ തൊടുപുഴയിലാണ് വീട്, അവിടെ എല്ലാം ഉപേക്ഷിച്ച് ഈ ഡൽഹിയില്, പഞ്ചാബില് വന്നിരിക്കുന്നത് ഈശോയെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഡൽഹിയിൽ വന്ന് 10 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ പഞ്ചാബിലേക്ക് മാറി. ഈശോയെ അറിയാത്ത ഒത്തിരിയേറെ മക്കൾ അവിടെയുണ്ട്. അവർക്ക് ഈശോയെ പങ്കുവെച്ചു കൊടുക്കാനായിട്ടാണ്. പഞ്ചാബി എനിക്ക് വായിക്കാൻ അറിയാം, പക്ഷേ പറയാനായിട്ട് അറിഞ്ഞുകൂടാ. എങ്കിലും പുഞ്ചിരി കൊണ്ടും പ്രവർത്തനം കൊണ്ടും ഈശോയെ കൊടുക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അതുകൊണ്ട് നമുക്കൊരു ദൗത്യമുണ്ട്. നമ്മളെല്ലാവരും ക്രിസ്ത്യാനി എന്ന നിലയിൽ മിഷണറിമാരാണ്. ഒരാളെയെങ്കിലും ഈശോയുടെ സ്നേഹത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ അതിനു വേണ്ടിയിട്ട് ആഫ്രിക്കയിലേക്കോ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. ഉള്ളില് ആത്മാവ് കത്തി ജ്വലിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവർക്ക്, കൊച്ചുമക്കൾക്ക്, ജോലി സ്ഥലത്തുള്ളവർക്കൊക്കെ ഈശോയെ കൊടുക്കാനായിട്ട് കഴിയും. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും
ഈ പഞ്ചാബ് മിഷനെ കുറിച്ചൊക്കെ അറിയാനായിട്ട് താല്പര്യമുണ്ടാകും. നിങ്ങളെല്ലാവരെയും അച്ഛൻ നിങ്ങളെ പ്ലാൻ ചെയ്തിരുന്നു എന്നാണ് പറയുക. നിങ്ങൾ താല്പര്യമുള്ളവര് പഞ്ചാബിലേക്ക് വന്ന് പഞ്ചാബ് മിഷനൊക്കെ ഒന്ന് പരിചയപ്പെടുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട് മിഷന് വളർത്തുവാൻ വേണ്ടി. ഒന്നാമതായിട്ട് മിഷനിൽ ജോലി ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ ലോകത്തിന്റെ ഏത് ഭാഗത്ത് ചെന്നാലും നമുക്ക് അഭിമാനിക്കാൻ പറ്റിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഏത് ഭാഗത്ത് ചെന്നാലും ഒരു മലയാളി സിസ്റ്ററോ ഒരു മലയാളി അച്ഛനോ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഞാൻ പണ്ട് പാരീസിൽ പോയി, ലൂർദിൽ. അപ്പൊ ലൂർദിൽ നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ ഏത് രാജ്യത്താണെന്ന് വന്നെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളെ വിളിച്ച് നമ്മുടെ സ്വന്തം ഭാഷയിൽ നന്മ അറിഞ്ഞവരും ചെല്ലും. അപ്പൊ ഞാനിങ്ങനെ കേരളത്തിൽ നിന്നാന്ന് അറിഞ്ഞപ്പോൾ എന്നെ വിളിച്ച് ഞാൻ അവിടെ നിന്ന് നന്മ അറിഞ്ഞ മറിയം ചെല്ലും. അപ്പൊ അവിടെയുള്ളവര് ഫ്രഞ്ചിലെ മറുപടി പറയും. അപ്പൊ ആയിരക്കണക്കിന് ആൾക്കാരാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ പരിപാടിയെല്ലാം കഴിഞ്ഞപ്പോൾ ഒരു സിസ്റ്റർ എന്റെ അടുത്തേക്ക് ഓടി വരികയാണ്. ഞാൻ മലയാളം കേട്ടിട്ട് കുറെ നാളായി, അതുകൊണ്ട് അച്ഛനുമായിട്ടൊന്ന് സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ ഏത് സ്ഥലത്ത് ചെന്നാലും കേരളത്തിൽ നിന്നുള്ള ഒത്തിരിയേറെ മിഷണറിമാരുണ്ട്, കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നവരുണ്ട്, സഹിച്ചുകൊണ്ട് ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് എല്ലാ ദിവസവും അല്പസമയം പ്രാർത്ഥിക്കാനായിട്ട് കഴിയണം. രണ്ടാമതായിട്ട് നമുക്ക് ചെയ്യാവുന്നത് അവിടേക്ക് അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയൊക്കെ അയക്കുവാനായിട്ട് പ്രാർത്ഥിക്കുക. കൂടുതലും മക്കളുണ്ടെങ്കിൽ ഒരു മകനെയോ മകളെയൊക്കെ അച്ഛന്മാരായിട്ട് വിടുക. അവര് പുറത്തേക്ക് പോകുമ്പോൾ ഈശോയെ കുറിച്ച് പറയുന്നതിൽ നമുക്ക് അഭിമാനിക്കാം, നമുക്ക് അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനായിട്ട് കഴിയും. ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മകനോ മകളോ അച്ഛനാകാനോ സിസ്റ്റർ ആകാനായിട്ടൊക്കെ പോകാനില്ല എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മിഷൻ ഡയസിസിൽ ശുശ്രൂഷ ചെയ്യാൻ പോകുന്ന സെമിനാരിക്കാരെ സ്പോൺസർ ചെയ്യാം. ഒരു വർഷത്തേക്കോ അല്ലെങ്കിൽ അവരുടെ ഫോർമേഷൻ കാലഘട്ടം മുഴുവനോ സ്പോൺസർ ചെയ്യാം. അപ്പൊ അങ്ങനെ നമുക്ക് ഈ വളരെ ബുദ്ധിമുട്ടേറിയ സ്ഥലങ്ങളിൽ ശുശ്രൂഷ ചെയ്യാനായിട്ട് വൈദികരും സിസ്റ്റേഴ്സും ഉണ്ടാകാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാൻ കഴിയും. പിന്നെ മറ്റൊന്നുള്ളത് നമ്മുടെ സാന്നിധ്യം കൊണ്ടാണ്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ അങ്ങോട്ട് സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾ വികാരിച്ചനുമായിട്ട് പദ്ധതിയിട്ട് പഞ്ചാബിൽ വരിക, ഗ്രാമത്തിൽ പോവുക, അവിടെ താമസിക്കുക ഒരാഴ്ച അവരോടൊപ്പം. ഇപ്പോൾ ചില മലയാളീസ് ചെയ്യുന്നത് അവിടെ എല്ലാ ആഴ്ചയിലും തന്നെ മാമോദിസ കൊടുക്കുന്നുണ്ട്, ക്രിസ്ത്യാനികളാകുന്നവരുണ്ട്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിൽ ആർക്കെങ്കിലും അവിടെ തലതൊട്ടപ്പനോ തലതൊട്ടമ്മയായിട്ട് വരാം. അങ്ങനെ വരുന്നുണ്ട്. ലുധിയാനയിലുള്ളവരും ചണ്ഡീഗഡിലുള്ള മലയാളീസൊക്കെ ഈ ഗോഡ് പാരന്റ്സ് ആയിട്ട് അപ്പൊ ഒരു ബന്ധം സ്ഥാപിക്കുകയാണ്. സ്ഥൈര്യലേപനത്തിന് ഈ തലതൊട്ടവര് ഗോഡ് പാരന്റ്സ് ആയിട്ട് വരാം. അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ഈ ഇടവയ്ക്ക് ഇതെനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ നിങ്ങളുടെ മോത്തികാൻ ഇടവയ്ക്ക് അവിടെയുള്ള ഒരു ഗ്രാമം ദത്തെടുക്കാം. എന്നിട്ട് അവിടെയുള്ള സൗകര്യങ്ങൾ, അവിടെ ഒരു ഇടവയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങൾ അവിടെ വരണം, അവരുമായിട്ട് സംസാരിക്കണം, അവരുടെ കൂടെ താമസിക്കണം. ഇനി ഇടവയ്ക്ക് അത് പറ്റുന്നില്ല എങ്കിൽ ഒരു കുടുംബത്തിന് അവിടെയുള്ള ഒരു കുടുംബത്തെ ദത്തെടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യണം? ഇവിടെയുള്ള ഒരു കുടുംബം അവിടെ പോയി ആ കുടുംബത്തിൽ താമസിക്കണം. അവിടെ താമസിച്ച് അവരുടെ പ്രാർത്ഥനാ രീതികൾ നമ്മൾ കാണണം. ചിലപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ഒത്തിരിയേറെ കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ടാവും. എന്നിട്ട് ആ കുടുംബത്തെ നമ്മുടെ ഡൽഹിയിലേക്ക് വിളിക്കണം, നിങ്ങളുടെ കുടുംബത്തിൽ താമസിപ്പിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനാ രീതിയും ജീവിതശൈലിയും അവരെ സ്വാധീനിക്കും. അതൊരു ഫെയ്ത്ത് ഫോർമേഷനാണ്. അങ്ങനെ ചെയ്യാൻ സാധിക്കും. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഒരു സമൂഹത്തെ വിശ്വാസത്തിൽ വളർത്തിക്കൊണ്ടുവരാൻ പറ്റും. നമ്മളൊക്കെ ദൈവത്തിന് നന്ദി പറയണം. ചെറുപ്പം മുതലേ നമ്മുടെ കത്തോലിക്കരായിരുന്നു, കാറ്റഗിസം നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഒത്തിരിയേറെ കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിച്ചു. അവിടെയുള്ള ആൾക്കാർക്ക് അച്ഛനൊക്കെ അറിയാം, കുരിശു വരയ്ക്കുന്നത് മുതൽ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. വലിയ തിയോളജി ഒന്നും അവർക്ക് ആവശ്യമില്ല, കൊച്ചു കൊച്ചു കാര്യങ്ങളെ പഠിപ്പിച്ച് വളർത്തിയെടുക്കണം. അപ്പൊ ഒരു കുടുംബത്തിന് താല്പര്യമുണ്ടെങ്കിൽ ഒരു കുടുംബത്തിന് അവിടെയുള്ള ഒരു കുടുംബത്തെ സഹായിക്കാൻ സാധിക്കും. പിന്നെ നമുക്കറിയാം, അവിടെ ചെല്ലുമ്പോൾ അവിടെ ആവശ്യങ്ങൾ വരും.
പള്ളി പണിയാനായിട്ട്. അവിടെയൊക്കെ ഞായറാഴ്ച പിരിവ് എന്ന് പറഞ്ഞാൽ 100 രൂപ 150 രൂപയ്ക്ക് ഞായറാഴ്ച പിരിവ് കിട്ടുള്ളൂ. അതുകൊണ്ട് ജനങ്ങളുടെ കയ്യിൽ നിന്നും പൈസ നമ്മൾ വാങ്ങിച്ച് ഒരു പള്ളി പണിയാൻ സാധിക്കുകയും അവർക്ക് വലിയ പള്ളിയൊന്നും വേണ്ട, ചെറിയൊരു ഹാള് മതി പ്രാർത്ഥിക്കാനായിട്ട്. നമുക്കത് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാനായിട്ടൊക്കെ നമുക്ക് സാധിക്കും. അങ്ങനെ സാമ്പത്തികമായിട്ടുള്ള നേരിട്ടുള്ള സഹായത്തെക്കാൾ ഉപരിയായിട്ട് ഒരു വിശ്വാസ സമൂഹത്തെ വളർത്തിയെടുക്കാനായിട്ട് കഴിയണം. അതിൽ നിങ്ങൾക്ക് ഒത്തിരിയേറെ അനുഗ്രഹം ലഭിക്കും, അഭിമാനിക്കാനായിട്ട് സാധിക്കും. ഒരു കുടുംബത്തെ ദത്തെടുക്കുക, ആ കുടുംബവുമായിട്ട് എപ്പോഴും ബന്ധപ്പെടുക, ഇവിടെ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുമ്പോൾ അവരെ വിളിക്കുക, അവിടെ എന്തെങ്കിലും നടക്കുമ്പോൾ നമ്മൾ പോവുക. അങ്ങനെയാണ് മിഷൻ വളർത്തിയെടുക്കേണ്ടത്. തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. എന്നിട്ട് കർത്താവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഈ മിഷൻ അവബോധം ഉണ്ടെങ്കിൽ നമ്മൾ അതിനുള്ള സാധ്യതകൾ കണ്ടെത്തും. ജസോള പള്ളിയിൽ അവരൊരു ക്യൂസ് നടത്തി, ബൈബിൾ ക്യൂസ്. അതിന് ഫസ്റ്റ് സമ്മാനം കിട്ടിയത് ഏഞ്ചൽ മേരി എന്ന് പറയുന്ന ഒരു കുട്ടിക്കാണ്, ഒരു പെൺകുട്ടിക്കാണ്. ഫസ്റ്റ് പ്രൈസ് 5000 രൂപയായിരുന്നു. അപ്പൊ അഭിമന്യ കുര്യാക്കോസ് പിതാവോട് ചെന്നപ്പോഴാണ് സമ്മാനദാനം. കുട്ടിയെ പേര് വിളിച്ചു, കുട്ടി മധുബഹയിൽ വന്ന് ഈ സമ്മാനം വാങ്ങിച്ചു. ആ സമ്മാനം വാങ്ങിച്ചിട്ട് ആ കുട്ടി ഉടനെ പറയുകയാണ്, പിതാവേ, ഇത് ഞാൻ പഞ്ചാബ് മിഷന് വേണ്ടി പിതാവിന് തിരിച്ചു തരികയാണെന്നുള്ളത്. ഇതാരും പറഞ്ഞു കൊടുത്തിട്ടൊന്നുമല്ല, പക്ഷേ അവരുടെ കുടുംബവുമായിട്ട് പരിചയപ്പെട്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു മിഷനെ കുറിച്ച് താല്പര്യമുള്ളവരാണ്. താല്പര്യമുണ്ടെങ്കിൽ നമുക്കുള്ളത് കുറച്ചെല്ലാം ജോസഫ് അച്ഛന് ചോദിച്ചറിയാം. വളരെ പാവപ്പെട്ട മക്കളാണ്, അവരേക്ക് നമുക്ക് തമ്പുരാൻ തന്ന നമ്മുടെ അനുഗ്രഹങ്ങൾ പങ്കുവെച്ചു കൊടുത്തിട്ടുണ്ട്. അവരെയും നല്ല ക്രിസ്തു ശിഷ്യരാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കും. അങ്ങനെ ഒരു മിഷൻ പ്രവർത്തനത്തിലുള്ള ഊർജം ഈ ഒരു ദേവാലയത്തിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നല്ല ക്രിസ്ത്യാനികളായിട്ട് വിശുദ്ധരായിട്ട് വളരുന്നതോടൊപ്പം മറ്റുള്ളവരെ കൂടി വിശുദ്ധിയിലേക്ക് നയിക്കാൻ, മറ്റുള്ളവർക്ക് കൂടി ഈശോയുടെ സ്നേഹം പങ്കുവെച്ചു കൊടുക്കാനുള്ള വലിയ അനുഗ്രഹം ലഭിക്കുവാനായിട്ട് ഈ വെഞ്ചിരിപ്പ് കർമ്മം നടക്കുമ്പോൾ, ഈശോ നമ്മുടെ ഹൃദയത്തിൽ എഴുന്നള്ളി വരുമ്പോൾ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും, നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ ഇടവകയെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ മിശിഹായെ ധ്യാനിച്ചുകൊണ്ട് കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. 2 3 പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും എന്നരുൾ ചെയ്ത കർത്താവേ, അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഞങ്ങളെ അങ്ങയുടെ മഹത്വപൂർണമായ സാന്നിധ്യത്താൽ ചൈതന്യമാർ പൂർണ്ണരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്റെ ഭവനം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്നരുളി ചെയ്ത കർത്താവേ, അങ്ങയുടെ ഈ ഭവനത്തിൽ അർപ്പിക്കപ്പെടുന്ന ബലികളും പ്രാർത്ഥനകളും നേർച്ച കാഴ്ചകളും അങ്ങയുടെ മഹത്വത്തിനും ഞങ്ങളുടെ വിശുദ്ധീകരണത്തിനും കാരണമാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ കപ്പേളയുടെ നിർമ്മാണത്തിനായി സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്ത എല്ലാവരെയും ഈ പ്രദേശത്തുള്ള നാനാജാതി മതസ്ഥരായ ഞങ്ങളുടെ സഹോദരരെയും ആത്മീയവും ഭൗതികവുമായ നന്മകളാൽ നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ കപ്പേളയുടെ മധ്യസ്ഥനായ തോമസ് ലിയോയുടെ ജീവിത മാതൃക പിഞ്ചെന്ന് സ്വർഗരാജ്യവും അവിടുത്തെ നീതിയും മാത്രം അന്വേഷിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. കർത്താവേ, ബലവാനായ ദൈവമേ, ഈ യാചനകൾ സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്ന ഈ ദേവാലയം ഞങ്ങളുടെ ജീവിത പരിശുദ്ധിക്ക് കാരണമാകട്ടെ. അങ്ങയുടെ പരിപാലനം ഞങ്ങളെ എന്നും സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും.
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ ശ്രവിക്കണമേ. ഈ ദേവാലയത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന യാചനകളും നേർച്ച കാഴ്ചകളും അങ്ങയെ പ്രസാദിപ്പിക്കുമാറാകട്ടെ. ഞങ്ങളെ അങ്ങയോട് രഞ്ജിപ്പിക്കുന്നതിന് അങ്ങയുടെ പ്രിയപുത്രനെ ലോകത്തിലേക്ക് അയക്കുകയും അവിടുത്തെ കുരിശുമരണം വഴി ഞങ്ങളെ വീണ്ടെടുക്കുകയും ചെയ്ത ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഭിന്നതകളില്ലാതെ സമാധാനത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശുദ്ധിയോടെ അങ്ങയുടെ മുമ്പിൽ വ്യാപരിക്കുവാനും ഞങ്ങളുടെ സത്പ്രവൃത്തികൾ വഴി അങ്ങയെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ നവീകരിച്ചിരിക്കുന്ന ഈ ദേവാലയം അങ്ങ് ആശീർവദിച്ച് വിശുദ്ധീകരിക്കണമേ. ജീവിതക്ലേശത്താൽ വലയുന്ന അങ്ങയുടെ മക്കൾക്ക് ഇതൊരു അഭയകേന്ദ്രമായി ഭവിക്കട്ടെ. പ്രാർത്ഥിക്കുവാനായി ഇവിടെ വന്നു ചേരുന്ന എല്ലാവരെയും അങ്ങയുടെ പൈതൃകമായ പരിപാലനയിൽ കാത്തുകൊള്ളണമേ. എല്ലാ വിപത്തുകളിൽ നിന്ന് അവരെ സംരക്ഷിക്കണമേ. പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും ഈ കപ്പേളയുടെ മധ്യസ്ഥനായ വിശുദ്ധ തോമാസ് ശ്ലീഹായുടെയും പ്രാർത്ഥന ഞങ്ങളെ നിരന്തരം സഹായിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ തിരുക്കുമാരന്റെ ശരീരം സൂക്ഷിക്കുന്ന ഈ സക്രാരി ആശീർവദിക്കണമേ. അങ്ങയുടെ സാന്നിധ്യം എപ്പോഴും അനുഭവിക്കുവാനും ആ സാന്നിധ്യത്തിൽ എപ്പോഴും ജീവിച്ചുകൊണ്ട് അങ്ങയുടെ സ്നേഹം കൂടുതലായി അനുഭവിക്കുവാനും ആ സ്നേഹത്തിൽ ജീവിക്കുവാനും ഈ സക്രാരി ഞങ്ങളെ സഹായിക്കട്ടെ. ഈ സക്രാരിയില് ഈശോ എന്നും ജീവിക്കുമ്പോൾ ഈ ദേവാലയത്തില് അങ്ങയുടെ സജീവമായിട്ടുള്ള സാന്നിധ്യം എപ്പോഴും അനുഭവിക്കുവാനും ആദരവോടും ബഹുമാനത്തോടും ഭക്തിയോടും കൂടി ദേവാലയത്തിൽ വ്യാപരിക്കുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. സന്തോഷ സംഗാവമാലിന
സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആത്മജനും ദിവ്യരൂപായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാറിയോസേപ്പിനെയും സാദരമോർത്തിടാം പാവനമീ ബലിയിൽ. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകലസൃഷ്ടികൾക്കും ആദ്യജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകപിതാവുമായ ഈശോമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവവും പിതാവിനോടുകൂടെ സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംഘാടനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു.
അന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് ഇടകൾ സഹിക്കുകയും ശിലായപ്പെട്ട മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്ന പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും തിരിക്കുവാൻ അവിടുന്ന് വീണ്ടും പരിപാലിക്കുന്നു. പിതാവിൽ നിന്നും പുറപ്പെടുന്ന സകലാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സൈനികവും സാത്വികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനമായ ശരീരത്തിലേർപ്പം ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ സഹോദരനെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കീസുമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗ്ഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവെ ആശീർവദിക്കണമേ. പ്രിയ സഹോദരരെ, ഈ കുർബാന ഞങ്ങളുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. നമ്മെ ശക്തരാകട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളിലെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവേൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്ന അവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവാൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ ഉദാശ ചെയ്യപ്പെടുന്നു. പുരോഹിത ശ്രേഷ്ഠൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവാൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും ദൂഹാരൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. രാജാവേ
ദൈവത്തിനു ബലിയർപ്പിപ്പൂ. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമത്തിൽ ആദ്യങ്ങളിൽ സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അറിയിക്കുന്നു. എന്തുകൊണ്ട് ലോകത്തെയും അതിലുള്ള സകലത്തെയും കരിയോട് സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് ഓണമറ്റ അവഗാനിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആര്യങ്ങളും മലാഹമാരുടെ പതിനായിരങ്ങളും മഹോന്നതരായ അങ്ങേക്ക് വിട്ട് ആരാധിക്കുന്നു. അഗ്നിമേന്മാരുപരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരൂപികളുമായ ക്രോമന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്നു ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. പ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു.
നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ, സമാധാനം നമ്മോട് കൂടെ. ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടി, ഞങ്ങളുടെ സഭയുടെയും പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടി, ഞങ്ങളുടെ രൂപതയുടെയും അധ്യക്ഷനുമായ മാർ കുര്യാക്കോസ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും മാർ ജോസ് മെത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടിയും പുരോഹിതന്മാർ, സമർപ്പിതരന്മായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. പ്രവാചകന്മാരുടെയും സ്ത്രീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ധകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമാവിധം വർത്തിച്ച് നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടി ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപുറം കാത്തിരിക്കുന്ന സകല ജനത്തിനു വേണ്ടിയും, എല്ലാ കുടുംബങ്ങൾക്കും യുവജനങ്ങൾക്കും മിഷണറിമാർക്ക് വേണ്ടിയും അയോഗ്യരായ ഞങ്ങൾക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവാൻ, സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. അങ്ങയുടെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർത്തിലുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങയെ പ്രീതിപ്പെടുത്തിയ എല്ലാവരും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാഹവുമായ ഈ രക്ഷാ പദ്ധതിയെ കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു,
ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനായി ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായെ, അങ്ങയുടെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ അങ്ങേക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്താദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ചരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് വസ്തുത വെച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെയും മുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവരസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നദ്ധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരും പ്രത്യാശയുള്ളവരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. അങ്ങേ മക്കളായ ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന്
അങ്ങേ വിളിച്ച് ഇപ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു. ഏകപുത്രൻ പരിശുദ്ധനാകുന്നു. ഏകരൂപ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവേൻ. സഭാമാതാവേ, നിന്റെ സന്താനങ്ങളുടെ തരങ്ങൾ വഴി നീ മിശിഹായ്ക്ക് കൃതജ്ഞത അർപ്പിക്കുക. എന്തുകൊണ്ടെന്നാൽ അവൻ നിനക്ക് വേണ്ടി പീഡ അനുഭവിച്ചു. കേൾപ്പയാകുന്ന പാറമേൽ നിന്നെ പണിതുയർത്തി. നിന്നെ സംരക്ഷിക്കുവാൻ അജപാലകന്മാരെ നൽകി. തന്നെ തന്നെ നൽകിക്കൊണ്ട് ദൈവരാജ്യത്തിന്റെ ഭക്ഷണം നിന്നിൽ സജ്ജീകരിക്കുകയും ചെയ്തു. മാലാഖമാരോടുകൂടെ നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. നമ്മെ ജയിപ്പിക്കുന്ന കർത്താവ് യേശു മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. സഹോദരരെ, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവപുത്രന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. മിശിഹായുടെ ശരീരവും രക്തവും നിത്യജീവൻ നൽകട്ടെ.
പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സുസ്ഥിരവും പരിശുദ്ധവും ജീവിതായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാൻ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയുടെ അചഞ്ചലമായ സ്നേഹം അനുഭവിക്കുവാനും പൈതൃകമായ പരിപാലനയുടെ മാധുര്യം നുകരുവാനും അങ്ങ് ഞങ്ങളെ അനുവദിച്ചുവല്ലോ. പുതിയ ജെറൂസലേമായി സഭയെ തിരഞ്ഞെടുത്ത അങ്ങയുടെ അനന്തകാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവ്, ഈ ദിവ്യഭവനത്തിൽ ഒന്നു ചേർന്ന് അങ്ങയെ ആരാധിക്കുവാനും ദിവ്യരഹസ്യങ്ങൾ അനുഷ്ഠിക്കുവാനും ഭാഗ്യം ലഭിച്ച ഞങ്ങളെ സകല സ്വർഗവാസികളോടും കൂടെ പരിശുദ്ധ പാടി സ്തുതിക്കുവാൻ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായി നീക്കും. കാരുണ്യവാനായ മിശിഹായ, നിന്റെ അമൂല്യ രക്തത്താൽ ഞങ്ങളെ വിശുദ്ധീകരിച്ച നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. നിന്റെ തിരുവചനം ശ്രവിക്കുവാനും തിരുരക്തങ്ങളാൽ അനുഭവിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കിയതിന് നിനക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ ശരീരമാകുന്ന പരിശുദ്ധാത്മാവിന്റെ ആലയത്തെ വിശുദ്ധമായി സംരക്ഷിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. സഭയെ നിർമ്മലം മൃദുവായി സ്വീകരിച്ച മിശിഹായെ, മനുഷ്യവർഗം മുഴുവൻ അവിടെ രക്ഷയുടെ കൂദാശയായി സ്വീകരിക്കുവാനും അക്ഷയമായ ജീവന് അവകാശികളാക്കി തീർക്കുവാനും ഇടയാകട്ടെ. സകലത്തിന്റെയും നാഥായി നയിക്കും. നൽകി മാനവരക്ഷയ്ക്കാൻ ദൈവം തന്നുടെ പ്രിയ സുതനെ വാഴ്ത്താമെന്നും തിരുനാമം തൻ പ്രിയവധുവായി തിരുസഭയെ കൈക്കൊണ്ടവനാം തിരുനാഥൻ വീണ്ടും വന്നൊയുഗാന്ത്യത്തിൽ വിണ്ണിൻ വാതിൽ തുറന്നിടും. ഈ ഭവനത്തിൽ ദൈവജനം ദിവ്യസ്തുതികൾ പാടിടുവാൻ നൽവരമേകിയ റൂഹായ്ക്കാം നന്ദിയണയ്ക്കാം വിനയമോടെ. വിധികർത്താവാം മിശിഹാതൻ വലതുവശത്തണി ചേർന്നിടുവാൻ ദൈവം കൃപയരുളിയിടട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. നിങ്ങൾ സ്വീകരിച്ചു നിങ്ങൾ വരുമോയോ നൽകപ്പെടാം. സ്നേഹമുള്ളവരെ, നന്ദിയുടെ ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് അഭിമന്യ പിതാവി, സ്നേഹമുള്ള ജോസഫച്ച, ജൂർണിയച്ച, ജെയിംസ് ചേട്ട, പാരീഷ് കൗൺസിൽ മെമ്പേഴ്സ്, സ്നേഹമുള്ള ഇടവചനങ്ങൾ, സെന്റ് തോമസ് ചർച്ച് മോദിയാക്കനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ സന്തോഷകരമായ ഒരു ദിവസമാണ്. നമ്മുടെ ഈ ദേവാലയത്തിന്റെ അറ്റകുറ്റപ്പണികളും തീർത്ത് വളരെ മനോഹരമായിട്ട് നവീകരിച്ചെടുത്തിരിക്കുക. ആ പ്രവർത്തനത്തിലേക്ക് നമ്മുടെ പിതാവ് ഇന്ന് എത്തുകയും അന്ന് വെഞ്ഞിട്ട് നടത്തുകയും ചെയ്തു. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ പിതാവ് ഡൽഹിയിൽ വന്നതിന് ശേഷം പഞ്ചാബിലേക്ക് വളരെ പാലിച്ചു വെച്ച മുതലയുമായിട്ടാണ് പോയിരിക്കുന്നത്. ആ തിരക്കേറിയ പിതാവിന്റെ സംരംഭത്തിലും
നമ്മുടെ ക്ഷണം സ്വീകരിച്ച് പിതാവ് എത്തുകയും നമ്മുടെ വഞ്ചിരിപ്പ് നടത്തുകയും ചെയ്ത പിതാവിന് നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഞാൻ ഹാർദവമായി നന്ദി അറിയിക്കുന്നു. അടുത്തായിട്ട് നമ്മുടെ ജോസഫ് അച്ഛൻ, നമുക്കെല്ലാവർക്കും അറിയാം, അച്ഛൻ ഇവിടെ വന്നതിന് ശേഷം അച്ഛൻ്റെ മനസ്സിൽ ആശയം ഉദിച്ചിരുന്നു, നമ്മൾ വിശുദ്ധ ബലി അർപ്പിക്കുന്ന ദേവാലയം പരിശുദ്ധവും പരിപാലനവുമായിരിക്കണം, അതോടൊപ്പം തന്നെ നീറ്റ് ആൻഡ് ക്ലീനുമായിരിക്കണം. ഈ ആശയം ബഹുമാനപ്പെട്ട പാരിഷ് കൗൺസിൽ മെമ്പേഴ്സുമായിട്ട് പങ്കുവയ്ക്കുകയും നമ്മുടെ പിതാവിന് അപ്രൂവൽ വാങ്ങാനായിട്ട് കൊടുക്കുകയും അപ്രൂവൽ വാങ്ങി എത്തുകയും അതിന്റെ പണി പൂർത്തീകരിക്കുകയും ചെയ്ത ആ സാക്ഷാത്കാര ദിവസമാണ്. അച്ഛൻ്റെ ആ കഴിവിനെ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശംസിക്കുകയും ചെയ്യും. നമുക്കെല്ലാവർക്കും അറിയാം, ഈ ലോക്ക്ഡൌൺ കാലത്ത് പോലും ഇത് അച്ഛൻ നമുക്ക് ഒരു കുർബാനയും കുമ്പസാരവും ഒക്കെ ഒരു മുടക്കവും വരുത്താതെ വളരെ ഭംഗിയായി ആ കാര്യങ്ങളെല്ലാം നിർവഹിച്ചു. അച്ഛനെ ഈ അവസരത്തിൽ ഞാൻ ഏറ്റവും സ്നേഹത്തോടെ നിങ്ങളുടെ ഏവരുടെയും നാമത്തിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. അടുത്തതായിട്ട് നമ്മുടെ ഗാവിലൂടെ വന്നിരിക്കുന്ന ജോമീച്ചനാണ്. ജോമീച്ചൻ ഗാവിലൂടെ വരികയും നമ്മുടെ ഇടയിലേക്ക് വന്ന് ഈ സ്നേഹം പങ്കുവയ്ക്കാനായിട്ട് വരികയും ആ അച്ഛൻ്റെ നന്മനെ നമുക്ക് പ്രശംസിക്കുകയും അതോടൊപ്പം തന്നെ നിങ്ങൾ ഏവരുടെയും നാമത്തിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. അടുത്തായിട്ട് നമ്മുടെ കൈക്കാരൻ ജെയിംസ് ചേട്ടനാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ജെയിംസ് ചേട്ടൻ കൈക്കാരൻ സ്ഥാനം മാത്രമല്ല കപ്പ്യാരി സ്ഥാനം കൂടെ ചേട്ടൻ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. ഈ രണ്ട് സ്ഥാനവും ചേട്ടൻ ഒരേ രീതിയിൽ വളരെ ആത്മാർത്ഥതയോടും ഉത്സാഹത്തോടും കൂടിയാണ് ചേട്ടൻ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, കുർബാനയ്ക്ക് വരുന്ന അരമണിക്കൂർ മുമ്പ് തന്നെ ചേട്ടൻ എല്ലാ കാര്യങ്ങളും സജ്ജീകരിക്കുകയും ഒക്കെ ചെയ്യുന്നു. അപ്പോൾ ആ ചേട്ടൻ്റെ നല്ല മനസ്സിനെ നമ്മൾ പ്രകീർത്തിക്കുകയും ചേട്ടന് നല്ല ആശംസ അർപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഈ അവസരത്തിൽ ഞാൻ നന്ദി അർപ്പിക്കുകയും ചെയ്യും. അടുത്തതായിട്ട് നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ പാരിഷ് കൗൺസിൽ മെമ്പേഴ്സ് വളരെ ഉത്സാഹത്തോടും ഉത്തരവാദിത്തോടും കൂടി ചെയ്യുന്ന കുറെ പാരിഷ് കൗൺസിൽ മെമ്പേഴ്സാണ് നമുക്ക് ഈ വർഷം കിട്ടിയിരിക്കുന്നത്. അതായത് ഏത് ജോലി അവരോട് പറഞ്ഞാലും വളരെ സന്തോഷത്തോടെ ഏറ്റെടുക്കുകയും അതിന്റെ റിപ്പോർട്ടുകൾ കൈകാര്യന്മാർക്കും അച്ഛനും കൊടുക്കുകയും എന്ത് പറഞ്ഞാലും അത് അവരെ സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും ചെയ്യുന്ന നല്ലവരായ പാരിഷ് കൗൺസിൽ മെമ്പേഴ്സ്, അവരുടെ സപ്പോർട്ട് നമുക്ക് വളരെ ആവശ്യമാണ്. ഈ അവസരത്തിൽ ഞാൻ എല്ലാ പാരിഷ് കൗൺസിൽ മെമ്പേഴ്സും പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല, എങ്കിലും എല്ലാവർക്കും നന്ദിയുടെ പൂച്ചെണ്ടുകൾ ഞാൻ അർപ്പിക്കുന്നു. അടുത്തതായിട്ട് നമുക്കറിയാം, നമ്മുടെ ഈടവക ജനങ്ങളാണ്. അവരാണ് നമ്മുടെ സപ്പോർട്ടും അവരുടെ വികാരമനസ്കതയും സഹകരണവുമാണ് നമ്മുടെ ഈ സാക്ഷാത്കാരത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്. അവരെ ഞാൻ പേരെടുത്ത് പറയാനോ ഒന്നും ആഗ്രഹിക്കുന്നില്ലെങ്കിലും എല്ലാ കുടുംബങ്ങൾക്കും കുടുംബത്തിലുള്ള മെമ്പേഴ്സിനും ഞാൻ ഹാർദവുമായ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ നമ്മുടെ കൊയർ മെമ്പേഴ്സ്, കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവരെ വരെ ഈ കൊയർ മെമ്പേഴ്സിന്റെ ഭാഗമായിട്ടാണ്. അവരെല്ലാവരും അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ജോലി വളരെ ഉത്തരവാദിത്തോടും നേർമല്യത്തോടും കൂടിയാണ് അവർ ചെയ്തു പോകുന്നത്. അവരെ ഈ അവസരത്തിൽ ഞാൻ എല്ലാവരെയും ഞാൻ ഹാർദവുമായ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ പേര് പറയാൻ ആഗ്രഹിക്കാത്ത കുറെ നല്ല സഹോദരങ്ങൾ നമ്മുടെ ഈ സത്രാഴി നമുക്ക് സ്പോൺസർ ചെയ്യുകയും അതുപോലെ തന്നെ ലൈറ്റ് സിസ്റ്റംസ് നമുക്ക് സ്പോൺസർ ചെയ്യുകയും ചെയ്തു. അവർ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചു. അവർ പേര് പറയാനോ അവരുടെ പേര് മുന്നിൽ നിർത്താനോ അവർ ആഗ്രഹിച്ചു. അവരെ അവരുടെ കുടുംബത്തിനും അവർക്ക് എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്ന ഈ അവസരം. നമ്മുടെ ഈ പണിയും കാര്യങ്ങളൊക്കെ ചെയ്ത നമ്മുടെ കോൺട്രാക്ടർ മിസ്റ്റർ ലിജോ ഇന്ന് സന്നിഹിതനായിട്ടില്ല. ചില പുള്ളിക്ക് അസുഖമോ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പുള്ളി ഇന്ന് വരാൻ സാധിച്ചില്ല. എങ്കിലും അദ്ദേഹത്തിന് ഞാൻ പുള്ളിയുടെ ആത്മാർത്ഥമായ സഹകരണവും അതുപോലെ തന്നെ ഈ ദേവാലയം പണിയാൻ സ്റ്റാർട്ട് ചെയ്ത മുതൽ കാലം മുതൽ മിസ്റ്റർ ലിജോയാണ് ഇതിൻ്റെ നമ്മുടെ ഒരു ആത്മസുഹൃത്തുക്കൂടാണ്. അപ്പോൾ ഈ ദേവാലയമായിട്ട് പുള്ളിക്ക് ഒരുപാട് ബന്ധമുണ്ട്. അപ്പം ആ ഒരു പശ്ചാത്തലത്തിൽ നമ്മുടെ കോൺട്രാക്ട് അദ്ദേഹത്തിന് കൊടുക്കുകയും അദ്ദേഹത്തിന് ഈ സന്ദർഭത്തിൽ ഞാൻ പ്രത്യേകം ഓർക്കുകയും അദ്ദേഹത്തിൻ്റെ എല്ലാ ഭാവി പരിപാടികൾക്കും ഞാൻ ആശംസിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഞാൻ നന്ദിയുടെ പൂച്ചെണ്ടുകൾ അർപ്പിക്കുന്നു. ഇനി ആരെങ്കിലും പേരോ കാര്യങ്ങളോ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അർപ്പിക്കും.
ഇനി നമ്മൾ സമാഹരിച്ച ഈ തുക, പഞ്ചാബ് ഫണ്ടിലേക്കുള്ള ഈ തുക കൈമാറുന്നതിന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ ഞാൻ ക്ഷണിച്ചു. നിറഞ്ഞവരെ, നിങ്ങൾ നൽകിയ ഈ ഒരു സംഭാവന പഞ്ചാബ് മിഷന് വേണ്ടിയിട്ട് നൽകിയിരിക്കുന്നതാണ്. ഇത് തീർച്ചയായിട്ടും മിഷനോടുള്ള നിങ്ങളുടെ വലിയ സ്നേഹത്തിന്റെ പ്രകാശനമാണ്. നിങ്ങളെ വലിയ മനസ്സിന് രൂപതയുടെ നാമത്തില്, കുര്യാക്കോസ് പിതാവിന്റെ നാമത്തില് എല്ലാവരും പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കുന്നു. ഇതിന്റെ സത്ഫലങ്ങൾ പഞ്ചാബ് മിഷനിൽ ധാരാളമായിട്ടുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി തുടർന്ന് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട വികാരിച്ചനും നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നു. ദൈവം ഇടവകയെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ കൈക്കാരൻ ജെയിംസ് ചേട്ടൻ കൈക്കാരനായിട്ടാണോ കപ്പ്യാരായിട്ടാണോ ബെറ്ററായിട്ട് ശുശ്രൂഷ ചെയ്യുന്നതാണ്. അപ്പൊ ഹൃദയമായിട്ട് നന്ദി അർപ്പിക്കുന്ന ശുശ്രൂഷ പ്രത്യേകമായിട്ട് സ്നേഹത്തോടെ നിർവഹിക്കുന്നു. കൂട്ടുകൈക്കാരനായിട്ടുള്ള വർഗീസ് ചേട്ടനും എല്ലാം നോക്കി നടത്തിയതിന് പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങളും അർപ്പിക്കുകയാണ്. റിജോയ്ക്ക് ഞങ്ങളുടെ പ്രത്യേകമായിട്ടുള്ള നന്ദിയും അഭിനന്ദനങ്ങളും, വളരെ സ്മോൾ ആൻഡ് ബ്യൂട്ടിഫുൾ അഭിനന്ദനങ്ങളും സ്നേഹവും അറിയിക്കുക. അവിടെ ഡെക്കറേറ്റ് ചെയ്തവർക്ക് പ്രത്യേകം നന്ദി കൊടുക്കണം. യൂത്തിന് പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കണം. വളരെ മനോഹരമായി ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നു. ഗായക സംഘത്തിന് ഇത്രയും നല്ല പാട്ടുകാർക്ക് മൈക്കില്ലാതെ ഇങ്ങനെ പാടാൻ പറ്റുന്നുള്ള, അപ്പൊ മൈക്കില്ലാതെ ഇരുന്നിട്ടും സ്വരത്തിൽ തന്നെ നന്നായിട്ട് മനോഹരമായിട്ട് പാട്ട് പാടി ഈ ഒരു ചെറിയ ഓക്കെ പാടാണ്. അപ്പോൾ വയറിന് പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കുന്നു. പിന്നെ ഓൺലൈനിൽ ഇത് എല്ലാം നമ്മുടെ ഇടവക്കാർ കാണുന്നുണ്ടായിരുന്നു. എത്ര പേരുണ്ടായിരുന്നു ഏകദേശം ഇതിനകത്ത്? ലൈവായിട്ട്. അപ്പോൾ ഈ ഇതിന്റെ ടെക്നിക്കലായിട്ടുള്ള അസിസ്റ്റൻസ് നൽകിയ ജോർജ് ബാബുശന് പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കുന്നു. ഇടവക്കാർക്ക് എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹം അറിയിച്ചേക്കണം. ഇതിലൂടെ എത്ര പേര് കാണുമെന്ന് അറിഞ്ഞുകൂടാ. ഞങ്ങളുടെ സ്നേഹവും വാത്സല്യവും പ്രത്യേകമായിട്ട് അറിയിക്കണം. എല്ലാവരെയും പഞ്ചാബ് മിഷനിലേക്ക് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങളവിടെ കാത്തിരിക്കും. എല്ലാം അറേഞ്ച് ചെയ്യുക. കൊറോണയൊക്കെ മാറിയിട്ട് മതി. അവിടെ വന്ന് ഒരു ഗ്രാമത്തിൽ നിങ്ങൾ കുറച്ച് ദിവസം താമസിച്ച് അവിടെ ജീവിതശൈലിയൊക്കെ മനസ്സിലാക്കി, സാഹചര്യങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് പഞ്ചാബ് മിഷനോട് കൂടുതൽ സ്നേഹം തോന്നും. ആദ്യത്തെ പഞ്ചാബികൾ വളരെ ലവിങ് പീപ്പിളാണ്. ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളെ അപേക്ഷിച്ച്, നോർത്തേൺ സൈഡിലുള്ള സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പഞ്ചാബീസ് ആർ വെരി വെൽക്കമിങ്. അപ്പൊ നമ്മൾ ഈശോയെ കുറിച്ച് പറയുന്നത് അധികാരികൾക്കും ആൾക്കാർക്കും ഒരു ബുദ്ധിമുട്ടും. അതുകൊണ്ട് നമുക്ക് വളരെ സ്വതന്ത്രമായിട്ട് ഈശോയെ പല രീതിയിലും പങ്കുവെച്ചു കൊടുക്കാൻ ഏറ്റവും പറ്റിയ സ്ഥലം പഞ്ചാബാണ്. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നേരത്തെ സൂചിപ്പിച്ചു ഇവിടെ വന്ന് താമസിക്കുക, അവരെ ഇങ്ങോട്ട് ക്ഷണിക്കുക. ഇവിടെ വന്ന ഒരു കുർബാനയെ കണ്ടു കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാകും എന്താണ് ക്രിസ്ത്യൻ ഫെയ്ത്ത്, കാത്തലിക് ഫെയ്ത്ത്. അങ്ങനെ നമുക്ക് ഒരു സമൂഹത്തെ വിശ്വാസത്തെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കട്ടെ. വിശുദ്ധ തോമാസ് ലീഗ അവിടെ എത്രയും ദൂരത്ത് നിന്ന് ഇവിടെ വന്നെങ്കിലും നമ്മൾ അത്രയും ദൂരം പോകണ്ട, 5-6 വരെയെങ്കിലും പോയി കർത്താവിന്റെ സുവിശേഷം അറിയിക്കുന്നതായിട്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്നേഹവും നന്ദിയും ദൈവാനുഗ്രഹവും ധാരാളമായിട്ട് നൽകുന്നു. വിശ്വവിഷയായിട്ട്